യോഗ്യത എന്ന് പറയുന്നത് ആരാണ് അളക്കേണ്ടത്, എങ്ങനെയാണ് അളക്കേണ്ടത്? യോഗ്യതയുടെ കാര്യത്തിൽ അളന്നാൽ ഞാൻ മേയറാകണമായിരുന്നല്ലോ. എനിക്ക് യോഗ്യതക്കുറവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതിന്. ബഹുമാനപ്പെട്ട വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായത് അങ്ങനെ എണ്ണവും സംഖ്യയൊന്നും നോക്കിയല്ലല്ലോ. പക്ഷേ ചേർത്ത് നിർത്തും എന്ന്, അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും, ഒരു ഫോൺ കോൾ കൊണ്ടെങ്കിലും നമ്മളെ ചേർത്ത് നിർത്തും എന്ന് പ്രതീക്ഷിച്ച ഈ ജില്ലയിലുള്ള ഒരു നേതാവ്, അദ്ദേഹം ഈ 2 ഇൻസിഡൻറ്റ് വന്നപ്പോഴും ഒന്ന് വിളിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായൊരു വിഷമമാണ്. ഞാൻ നല്ലൊരു ഫൈറ്ററാണ്, ഞാൻ നല്ലൊരു വാരിയറാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൽ ദീപ്തി കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായില്ല എങ്കിലും കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം ദീപ്തി ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം മുഴങ്ങിക്കേട്ട ഒരു വിമർശനം, പ്രാദേശിക നേതാക്കൾ വേണ്ട രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സഹകരിച്ചില്ല, ഷിയാസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പാളി എന്നൊക്കെയുള്ള രീതിയിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എനിക്ക് അങ്ങനെ ഒരു അസസ്മെൻറ്റ്, ഞാനിപ്പോൾ കൊച്ചിയിൽ മാത്രമല്ലല്ലോ നിന്നത്, ഞാൻ ഇപ്പോൾ ക്യാമ്പയിൻ കമ്മിറ്റിയിൽ ഒരംഗമെന്നുള്ള നിലയ്ക്ക് പല ജില്ലകളിലും യാത്ര ചെയ്ത് എന്നെ വിളിച്ച സ്ഥലങ്ങളിലെല്ലാം ഞാൻ പോയി. മീഡിയ വിഭാഗത്തിൻ്റെ മാധ്യമവിഭാഗത്തിൻ്റെ ചുമതലയുണ്ടായിരുന്നു. അപ്പോൾ മാധ്യമവിഭാഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വാർ റൂമുമായി ബന്ധപ്പെടേണ്ടി വരും. വളരെയധികം നേതാക്കന്മാർ ദേശീയ തലത്തിൽ നിന്ന് വന്നിരുന്നു. അവർ തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ കോഴിക്കോടും ഒക്കെ ആയിട്ട് പത്രസമ്മേളനങ്ങൾ നടത്തുന്നു. അതിൻ്റെ കാര്യങ്ങൾ, അത്തരം ഇൻറ്റേർണൽ കാര്യങ്ങൾ നിരവധിയായിട്ട് എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനും സമയം കൺസ്യൂം ചെയ്യുന്നതാണല്ലോ. നമ്മളിപ്പോൾ വെളിയിൽ പോയി ഒരു പൊതുവേദിയിൽ സംസാരിക്കുന്നത് മാത്രമേ പുറമേ ഉള്ളവർ അറിയുന്നുള്ളൂ. പക്ഷേ ഇത്തരമുള്ള ഇൻറ്റേർണൽ വർക്കുകളും പാർട്ടിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതയായിരുന്നു. എന്നെ ഏൽപ്പിച്ച ജോലിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരു പ്രത്യേകമായിട്ട് അവിടെ ആരെങ്കിലും മാറി നിന്നോ പ്രവർത്തനം ശരിയായില്ലേ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അങ്ങോട്ട് എന്നെ വിളിച്ച പരിപാടികൾക്ക് പോയി എന്നതിൽ കവിഞ്ഞ് എനിക്കവിടെ പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങളൊന്നും പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തു നിന്നും. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്കവിടെ പ്രത്യേകമായ ഒരു ഉത്തരവാദിത്തം ഇല്ലായിരുന്നത് കൊണ്ട് അവിടെ ലോക്കലി മണ്ഡലത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള കാര്യം എന്നെ സംബന്ധിച്ച എനിക്കതിനെക്കുറിച്ചൊരു അറിവ് ഇതുവരെ ഇല്ല. എന്തായാലും എറണാകുളത്ത് ക്ലീൻ സ്വീപ്പായിരിക്കും എന്നാണ് വി ഡി സതീശൻ അവകാശപ്പെടുന്നത്. ശരിയായിരിക്കുമോ? എറണാകുളത്ത് ക്ലീൻ സ്വീപ്പ് ആകേണ്ടതാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചിട്ട് എറണാകുളത്ത് മാത്രമല്ല കേരളത്തിൽ ഉടനീളം വലിയ ഒരു സ്വീപ്പിംഗ് ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും കണക്ക് കൂട്ടുന്നത്. അത്രയധികം 10 വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ജനകീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ചയാണ് സർക്കാർ വരുത്തിയത്. ആശാ വർക്കേഴ്സിൻ്റെ സമരം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ. പല കാര്യങ്ങളിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നിലപാടുകളല്ല പല കാര്യങ്ങളിലും ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അവർ ചിലപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയോ എന്നുള്ളത് അവരാണ് പറയേണ്ടത്. മാറിയോ, ഇനി മുതൽ ഇങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്? ഇനി മുതൽ തൊഴിലാളികളെക്കാൾ കൂടുതൽ കോർപ്പറേറ്റുകളെ സ്വീകരിക്കുന്ന, കോർപ്പറേറ്റുകളോടൊപ്പം നിൽക്കുന്ന നിലപാടാണോ CPM-ൻ്റേത് എന്നുള്ളത് അവരാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും. പക്ഷെ അങ്ങനെ നമുക്ക് തോന്നുന്ന രീതിയിലായിരുന്നു പല നിലപാടുകളും അവരെടുത്തിരുന്നത്. പിണറായി വിജയൻ കേരളത്തിൻ്റെ പിതൃബിംബം ആണ് എന്നാണ് MA ബേബി വിശേഷിപ്പിച്ചത്. ആ പിതൃബിംബം മെയ് 4-ന് ഉടയുമോ? ഈ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് മാത്രമേ സാധാരണ ജനങ്ങൾക്കും ഞങ്ങളെപ്പോലുള്ളവർക്കും കാണാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ വിമർശിക്കേണ്ട സമയങ്ങളിൽ വിമർശിക്കും. മുഖ്യമന്ത്രി 100% ശരിയായിട്ടുള്ള ഒരാളാണ് എന്ന് സ്തുതി പാടുവാൻ, അല്ലെങ്കിൽ CPM-ൻ്റെ ആളുകൾക്ക് ചെയ്യാൻ പറ്റും. തിരുവാതിര കളിക്കാനോ അല്ലെങ്കിൽ പണ്ട് പാണന്മാർ പാടിയ പോലുള്ള പാട്ടുകൾ പാടാനോ ഒക്കെ CPM-ൻ്റെ പ്രവർത്തകർ. MA ബേബിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. MA ബേബിക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പോലും അത് പറയാൻ പറ്റില്ലല്ലോ. ഉണ്ട് എന്നുള്ളത് നമുക്ക് പല ഘട്ടങ്ങളിലും മനസ്സിലായിട്ടുണ്ട്. പല കാര്യങ്ങളിലുമുള്ള നിലപാടുകളിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാടിന് അനുകൂലമല്ല, CPI അനുകൂലമല്ലായിരുന്നു. MA ബേബി പോലും ഒരു വിഷയത്തിൽ അത്തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിയെ പ്രൊമോട്ട് ചെയ്യാൻ അദ്ദേഹം പാർട്ടിയെ പ്രൊമോട്ട് ചെയ്ത് മാത്രമേ അദ്ദേഹത്തിന് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയേക്ക് എതിര് പറയുവാൻ, അല്ലെങ്കിൽ വിമർശിക്കുവാൻ, എതിര് പറയുക എന്നതിലുപരിയായിട്ട് അദ്ദേഹത്തെ വിമർശിക്കുവാൻ ഏതെങ്കിലും ഒരു CPM-കാരന് ധൈര്യമുണ്ടോ? അദ്ദേഹം ചെയ്ത ഒരു കാര്യം തെറ്റാണ് എന്ന് ഏതെങ്കിലും CPM-കാർക്ക് പറയാൻ ധൈര്യം ഉണ്ടാകുമോ? ഉണ്ടാവില്ല. മന്ത്രിമാർക്കുണ്ടാവില്ല. CPI പോലും പലപ്പോഴും പറയണോ വേണ്ടയോ എന്ന് പലതവണ ചിന്തിച്ചതിന് ശേഷം പല വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്, പല കാര്യങ്ങളിലും എടുത്തിട്ടുള്ള നിലപാടുകൾ.
ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ. അതെ. അപ്പോൾ എന്നാലും ഈ കോൺഗ്രസ് അവകാശവാദത്തിൽ നിന്നും അല്പം പിന്നോട്ട് പോയിട്ടുണ്ട്. 100+ എന്നുള്ളതൊക്കെ ഇപ്പോൾ മാറി. 100 സീറ്റിൽ ഉറപ്പായും 100-ലധികം സീറ്റ് ഉറപ്പായും കിട്ടുമെന്നാണ് വി ഡി സതീശൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ അത് 80 കുറഞ്ഞിട്ടുണ്ട്. 12 മന്ത്രിമാർ തോൽക്കും എന്നുള്ളതിൽ നിന്നും 3 മന്ത്രിമാരായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ആശങ്കയുണ്ടോ? അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷനെ കുറിച്ച് ഞാനൊരു കമൻറ്റ് പറയുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ മാത്രമാണോ, വി ഡി സതീശൻ്റെ കാൽക്കുലേഷൻ മാത്രമാണോ? അല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ തീർച്ചയായിട്ടും അദ്ദേഹം പല ഇൻഫർമേഷൻ വെച്ചിട്ട് തന്നെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉണ്ട്, തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒരു ജനകീയ ഭരണമായിരുന്നില്ല 10 വർഷം അതും ജനങ്ങളെതിരായിരുന്നു പല കാരണങ്ങൾ കൊണ്ടും. അതാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇപ്പം 2 മാസം മുമ്പല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസിന് ഇത്രയും സ്വീപ്പിംഗ് വിജയം ലഭിക്കുക എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്. അപ്പോൾ അങ്ങനെ പോലും തദ്ദേശ സ്ഥാപനങ്ങളിൽ പോലും വിജയം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് 100+ എന്നുള്ളത് ഒരു എക്സാജറേറ്റഡ് നമ്പർ അല്ല, അത് കിട്ടാവുന്ന നമ്പർ തന്നെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഡീൽ, BJP CPM ഡീൽ, അത് ഏത് തരത്തിലൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ പ്രതിഫലിക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരാശങ്കയുണ്ട്. ഇപ്പോൾ നമുക്കത് പറയാനാകില്ല. അതെ, ശരി. എന്തായാലും പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ. അദ്ദേഹം പറയുന്ന ഒരു കണക്കിൽ ഒരു ആധികാരികത ഉണ്ടാകില്ല അല്പമെങ്കിലും. കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകൾ കോൺഗ്രസ് സജീവമായിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. 5 വർഷം നന്നായി പണിയെടുത്തയാളാണ് വി ഡി സതീശൻ എന്ന് വി ഡി സതീശൻ ക്യാമ്പ് അവകാശപ്പെടുന്നു. അതുകൊണ്ടും സർവ്വതായോഗ്യൻ വി ഡി സതീശൻ തന്നെയാണെന്ന് അവർ ഇപ്പോൾ ഉറച്ച് വിശ്വസിക്കുന്നു. മാത്രമല്ല, വിദേശത്ത് നമുക്കറിയാം KC വേണുഗോപാൽ എന്ന രീതിയിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാമ്പയിൻ സജീവമായി ഇപ്പോൾ ഒരാഴ്ചയായി നടക്കുന്നുമുണ്ട്. ഇനി സീനിയോറിറ്റി കണക്കിലെടുത്താൽ രമേശ് ചെന്നിത്തല ആ സ്ഥാനത്തേക്ക് വരേണ്ടതാണ് എന്ന് ചെന്നിത്തല വിഭാഗം ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഒരു സർപ്രൈസ് CM എന്ന നിലയിൽ കൂടുതൽ ജയിച്ചു വരുന്ന MLA-മാരോട് അവരുടെ ഹിതം ആരായുകയാണെങ്കിൽ, അവരോട് ചോദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ KC വേണുഗോപാലിൻ്റെ പേരായിരിക്കാം കൂടുതൽ പറയാൻ സാധ്യത. അങ്ങനെ ഒരു സർപ്രൈസ് CM കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഈ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കോൺഗ്രസ്സിന് എല്ലാ കാലത്തും ഒരു രീതിയുണ്ട് തിരഞ്ഞെടുക്കുന്നതിന്. ആ രീതി തന്നെ ആയിരിക്കും ഇപ്പോഴും അവലംബിക്കുന്നത്. ഈ പറയുന്ന പേരുകാരാരും മോശക്കാരല്ലല്ലോ, എല്ലാവരും ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. പിന്നെ താങ്കൾ തുടക്കത്തിൽ ചോദിച്ച യോഗ്യതയുടെ കാര്യം, യോഗ്യത എന്ന് പറയുന്നത് ആരാണ് അളക്കേണ്ടത്, എങ്ങനെയാണ് അളക്കേണ്ടത്? യോഗ്യതയുടെ കാര്യത്തിൽ അളന്നാൽ ഞാൻ മേയറാകണമായിരുന്നല്ലോ. എനിക്ക് യോഗ്യതക്കുറവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതിന് എന്താണ് സംഭവിച്ചത്? അസംബ്ലിയിൽ ഒരു സീറ്റിൻ്റെ കാര്യം താങ്കൾ തന്നെ എന്നോട് സൂചിപ്പിച്ചു. അതിന് യോഗ്യതക്കുറവ് എന്തായിരുന്നു? അപ്പോൾ യോഗ്യതയുള്ള നിരവധി ആളുകളുണ്ട്. യോഗ്യതയുള്ളവർക്കെല്ലാം കിട്ടണമെന്നില്ല. അത് അന്നത്തെ ആ സമയത്തുള്ള സാഹചര്യങ്ങൾ അനുസരിച്ചിരിക്കും. ആ സമയത്തെ സാഹചര്യം KCക്ക് അനുകൂലമാകുമോ? ഒരു പക്ഷേ. അത് കാരണം ഞാൻ പറഞ്ഞതുപോലെ ദീപ്തി എന്നോട് പറയണമെന്നില്ല. പക്ഷേ ഞാൻ കണക്ക് കൂട്ടുന്നത് ജയിച്ചു വരുന്ന MLA-മാരോട് ഒരു പേര് പറയാൻ ആവശ്യപ്പെട്ടാൽ അവർ KCയുടെ പേര് പറയാനാണ് കൂടുതൽ സാധ്യത എന്നാണ് എൻ്റെ അനുമാനം. തെറ്റിയേക്കാം ഒരു പക്ഷേ. അത് ജയിച്ചു വരുന്ന MLA-മാർ വരട്ടെ. അതൊരു സാങ്കല്പിക ക്വസ്റ്റ്യൻ അല്ലേ, നമുക്കിപ്പോൾ അതിന് ആൻസർ പറയാൻ പറ്റില്ലല്ലോ. ജയിച്ച് എത്ര MLA-മാർ വരുമെന്നുള്ളത് നോക്കട്ടെ. പിന്നെ വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായത് അങ്ങനെ എണ്ണവും സംഖ്യയൊന്നും നോക്കിയല്ലല്ലോ. എണ്ണം നോക്കി ആയിട്ടുമുണ്ട്, എണ്ണം നോക്കി മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവായപ്പോൾ എണ്ണം നോക്കാതെയാണ് ആയത്. അത് അന്ന് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ശക്തമായ പിന്തുണയോടുകൂടി തന്നെയാണല്ലോ അദ്ദേഹം പ്രതിപക്ഷ നേതാവായത്. അപ്പോൾ അങ്ങനെയുമാകും. അപ്പോൾ എങ്ങനെയാകും എന്നുള്ളത് അന്നത്തെ സാഹചര്യം അനുസരിച്ചിരിക്കും. അത് തീരുമാനിക്കേണ്ടത് AICC ആണ്. AICC ആണ് പൂർണ്ണമായിട്ടും അതിൻ്റെ അകത്തൊരു കാര്യം പറയേണ്ടത്. അതിൻ്റെ അകത്ത് ഇവിടെ കേരളത്തിൽ പ്രാദേശികമായിട്ടോ സംസ്ഥാന തലത്തിലോ ഉള്ള നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അതിൻ്റെ അകത്തൊരു ഡയലോഗിൻ്റെ ആവശ്യമേ ഇല്ല. ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുതെന്നാണ് ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യമല്ല. ഈ PR വർക്കുകളൊക്കെ പല രീതിയിലുമൊക്കെ പല ആളുകളും ചെയ്യുന്നുണ്ടാകും. പ്രചരണങ്ങളും ഇന്ന ആളാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ടാവും. അതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്നതിനൊന്നും നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ, ഈ യോഗ്യന്മാരുടെ അറിവോടെയും അനുമതിയോടെയും ഒക്കെ തന്നെ ആയിരിക്കാം അത്തരം PR വർക്കുകൾ. അതറിയില്ല. പക്ഷേ അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് അതിനകത്തൊരു കൺട്രോളില്ല. പക്ഷേ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്ന കാര്യത്തിൽ പാർട്ടിക്കൊരു കൺട്രോൾ ഉണ്ട്.
അനാവശ്യമായിട്ടുള്ള അത്തരം ഡയലോഗുകൾ ആരും എത്ര സീനിയർ നേതാവാണെങ്കിലും അർത്ഥം വെച്ചാണെങ്കിലും ഡബിൾ മീനിങ് വെച്ചാണെങ്കിലും ഒന്നും പറയുന്നത് ശരിയായൊരു രീതിയല്ല. എപ്പോഴും ഈ യോഗ്യന്മാരുടെ പേരുകൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അത് കോൺഗ്രസിൽ മാത്രമല്ല കേട്ടോ, യോഗ്യതയുള്ള സ്ത്രീകൾ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണോ കേരളത്തിൽ? ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരു വനിതാ മുഖ്യമന്ത്രി വേണമെങ്കിൽ കേരളത്തിന് പ്രതീക്ഷിക്കാം എന്നൊക്കെയാണ്. അങ്ങനെ സ്വപ്നം കാണാനാകുമോ രാഷ്ട്രീയ കേരളത്തിന് കോൺഗ്രസിൽ നിന്നൊരു വനിതാ മുഖ്യമന്ത്രി? സ്വപ്നം കാണുന്നതിൽ തെറ്റില്ല. യാഥാർത്ഥ്യമാകാൻ ബുദ്ധിമുട്ടാണ്. യാഥാർത്ഥ്യമാകാൻ ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ പ്രയാസമാണ്. അതിന് ബോധപൂർവമായ ശ്രമമുണ്ടായാൽ നടക്കും. അത് ശ്രമിക്കേണ്ടത് പുരുഷന്മാരാണ്. അവർ ശ്രമിക്കുമോ എന്നുള്ളത് അവരാണ് മറുപടി പറയേണ്ടത്. എനിക്കതിന് മറുപടി പറയാനേ പറ്റില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സ്ത്രീകൾ മത്സരിക്കുമെന്ന് നേതാക്കന്മാരുൾപ്പെടെ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയാണ് പറഞ്ഞത് ഏറ്റവും അധികം സ്ത്രീകൾ മത്സരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ വിചാരിച്ച പോലെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അത് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, വിചാരിച്ച പോലെ മത്സരിപ്പിക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ട് വിചാരിച്ച പോലെ മത്സരിപ്പിക്കാൻ കഴിയുന്നില്ല? അതിനൊരു ബോധപൂർവമായ ശ്രമം ആവശ്യമുണ്ട്. അത് കോൺഗ്രസിൽ മാത്രമല്ല കേട്ടോ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. അല്ല, അത് ഈ യോഗ്യതയില്ലാത്തതിൻ്റെ പ്രശ്നമാണോ അതോ ഈ സമയവും സാഹചര്യവും ഒത്തുവരാത്തതുകൊണ്ടാണോ? ഈ നമ്മുടെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ സിനാരിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം യോഗ്യതയുള്ള, രാഷ്ട്രീയ ബോധ്യമുള്ള, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് കേരളത്തിൽ നിന്നായിരിക്കും. തീർച്ചയായും, ഒരു സംശയവും വേണ്ട. ഇനി അപ്പം നിങ്ങൾ തന്നെ ജനങ്ങൾ തീരുമാനിക്കട്ടെ, കേരളത്തിലെ സ്ത്രീകൾ പ്രവർത്തിക്കുന്ന ഈ രംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾക്ക് യോഗ്യതയുണ്ടോ എന്നുള്ളത്. ഞാനിത് ഓഡിയൻസിന് വിടുകയാണ്, ഞാനതിന് മറുപടി പറയുന്നില്ല. അല്ല, എൻ്റെ എതിർത്തുള്ള ചോദ്യം കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, ബോധ്യത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഷമാ മുഹമ്മദിനെ പോലുള്ള ആളുകൾ തുറന്നു പറഞ്ഞല്ലോ വനിതകളെ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ളത്. അല്ലേ, അങ്ങനെ ഒരു അഭിപ്രായം ദീപ്തിക്കുണ്ടോ? അല്ല, അതെല്ലാവരും പറഞ്ഞല്ലോ, പുരുഷന്മാരും പറഞ്ഞല്ലോ, എല്ലാവരും അത് പറയുന്നുണ്ട്. പക്ഷേ അത് നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ മാത്രമല്ല, ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. ഈ സോഷ്യൽ ഇഷ്യൂവിനെ ഏറ്റവും അധികം അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണെന്നും കൂടി ഇപ്പോൾ എനിക്ക് പറയേണ്ടതായിട്ട് വരും. അത് ഇപ്പോൾ ദേശീയ തലത്തിൽ AICC പ്രസിഡൻ്റായിട്ട് 5 വനിതാ പ്രസിഡന്റ്മാരുണ്ടായിട്ടുണ്ട് കോൺഗ്രസ് ഉണ്ടായതിനു ശേഷം. അങ്ങനെ ഒരു അവകാശവാദം കോൺഗ്രസിന് മാത്രമേ ഉള്ളൂ, CPM-നോ BJP-ക്കോ ഇല്ല, ഇന്ന് വരെ ഇല്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിലുപരിയായിട്ട് 30% സംവരണം എന്നുള്ളതിൻ്റെ ഉപജ്ഞാതാവ് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ തന്നെ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് വളരെ ശക്തമായി പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കോൺഗ്രസിൻ്റെ നയവും അത് തന്നെയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നയം സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് കോൺഗ്രസിൻ്റെ നയമാണ്. ഇന്ത്യയിൽ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടില്ലേ കോൺഗ്രസിൻ്റെ? ഏറ്റവും ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ഉണ്ടായത് കോൺഗ്രസിൽ നിന്നാണ്, സുചേതന കൃപാലിനി ഉണ്ടായി. പിന്നീട് ഷീലാ ദീക്ഷിത് 3 തവണ മത്സരിച്ചു. അപ്പം ഇതെല്ലാം ഒറ്റപ്പെട്ട് ചില സംഭവങ്ങൾ സംഭവിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഒരു വളരെ അധികമായി ഒരു സ്ത്രീകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് ബോധപൂർവമായി ഇപ്പം നമ്മൾ റിസർവേഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, വനിതാ റിസർവേഷനെ കുറിച്ച്. എന്തുകൊണ്ടാണ് വനിതാ റിസർവേഷൻ വരാത്തത്? അതിനുവേണ്ടി ഏറ്റവും അധികം ഇനിഷ്യേറ്റീവ് എടുത്ത നേതാവ് ശ്രീമതി സോണിയാഗാന്ധി ആയിരുന്നു ഈ അടുത്ത കാലത്ത്. അതിന് മുമ്പ് മറ്റ് നേതാക്കന്മാരെല്ലാം വനിതാ റിസർവേഷനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ വനിതാ റിസർവേഷൻ രാജ്യസഭയിൽ കോൺഗ്രസ് ഇരിക്കുമ്പോൾ പാസ്സായിട്ടും ലോക്സഭയിൽ പാസ്സാക്കാൻ പറ്റിയില്ല. അന്നത്തെ ഘടകകക്ഷികൾ പലരും അതിനെ എതിർത്തു. കോൺഗ്രസ്സിന് അതുമായി മുമ്പോട്ട് പോകാൻ അന്ന് കഴിഞ്ഞില്ല. ഇപ്പോഴിത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള BJP പാസ്സാക്കിയെങ്കിലും അതിപ്പോൾ നടപ്പിലാക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. അത് ഇപ്പം സെൻസസും കഴിഞ്ഞ് ഡീലിമിറ്റേഷനും കഴിഞ്ഞതിന് ശേഷം മാത്രം നടപ്പിലാകും. അതായത് ഒരു 10 വർഷത്തെ കാലയളവിൽ മാത്രമാണ് അത് നടപ്പിലാക്കാൻ കഴിയുക. അത് നടപ്പിലായാൽ മാത്രമാണ് നടപ്പിലാക്കി എന്ന് പറയാൻ പറ്റുള്ളൂ. വനിതാ സംവരണം നടപ്പിലാക്കണം എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു നിലപാടാണ്. അത് വന്നാൽ ഈ പറയുന്നത് പോലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വന്ന പോലെ അസംബ്ലിയിലും പാർലമെൻറ്റിലും ധാരാളം സ്ത്രീകൾ വരും. സ്ത്രീകളുടെ ഒരു കാര്യം പറയുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ആദ്യമൊക്കെ സ്ത്രീകൾ വരുമ്പോൾ അവരുടെ പറ്റി നമ്മൾ പറയുമായിരുന്നു പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ്, ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ ആണ് ഡ്രൈവിംഗ് നടത്തി അവരെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയും. പക്ഷേ പിന്നീട് വന്ന വർഷങ്ങൾ നോക്കൂ, എത്ര സ്ത്രീകളാണ് വന്നത്. ഇന്നിപ്പോൾ ഇവിടെ പിന്നെ പല സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന മേയറായിട്ടിരിക്കുന്നവരായാലും മറ്റുള്ളവരായാലും ഒക്കെ അവരെല്ലാം ഈ സംവരണത്തിലൂടെ വന്നു. ആദ്യഘട്ടങ്ങളിൽ വലിയ കാര്യമായ കാര്യങ്ങളൊന്നും അറിയില്ലായിരിക്കും. പക്ഷേ അടുത്ത ഘട്ടമായപ്പോഴേക്കും
അവർ അതിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ച എത്രയോ സ്ത്രീകളുണ്ട് കേരളത്തിൽ. തീർച്ചയായിട്ടും. നമ്മൾ പേര് പറയുന്ന 2-3 സ്ത്രീകളെ ഉള്ളൂ. പക്ഷേ ഞാൻ ഓരോ ജില്ലകളിലും പോകുമ്പോൾ നല്ല മിടുക്കരായിട്ടുള്ള നല്ല നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള നിരവധി സ്ത്രീകളുണ്ട്. പക്ഷെ അവരെയൊക്കെ പിക്കപ്പ് ചെയ്ത് യെസ്, അല്ല, കൊണ്ടുവരേണ്ട ജോലി അതിന് ബോധപൂർവമായിട്ടുള്ള ശ്രമം തന്നെ ആവശ്യമാണ്. ദീപ്തി പറഞ്ഞതുപോലെ ബാക്കിയെല്ലാം സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങളോടുകൂടി സാധ്യമാകുന്ന ഒന്നാണ്. ഇപ്പോൾ വനിതാ സംവരണം ബിൽ എന്നുള്ളത്. പക്ഷേ ഒരു മണ്ഡലത്തിൽ ഒരു വനിത സ്ഥാനാർത്ഥിയാകട്ടെ, യോഗ്യതയുള്ള വനിതകൾ മുന്നോട്ട് വരട്ടെ എന്നുള്ളത് ഒരു പാർട്ടി എടുക്കേണ്ട തീരുമാനം തന്നെയാണ്. തൻ്റെ ഇടമുള്ള യോഗ്യതയുള്ള സ്ത്രീകൾക്ക് ഒട്ടും കുറവുള്ള പ്രസ്ഥാനമല്ലല്ലോ കോൺഗ്രസ് ആയാൽ പോലും. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ രേവന്ത് റെഡ്ഡി പിണറായി വിജയൻ ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ, ഡാമോനെ മറ്റേ ആ തർക്കം. അപ്പോൾ അതിൽ എം പി നികേഷ് കുമാർ, ഞാനടക്കം റെസ്പെക്റ്റ് ചെയ്യുന്നൊരു സീനിയർ ജേർണലിസ്റ്റാണ് എം പി നികേഷ് കുമാർ. എം പി നികേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നും പരിപ്പെടുക്കും എന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സധൈര്യം മുന്നോട്ട് വന്ന ഏക പ്രവർത്തക എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദീപ്തിയാണ്. അത് കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെ ആയിരുന്നു, അതോ ആ നിമിഷത്തിൽ ഉണ്ടായ ഒരു ആർച്ചവത്തിൻ്റെ പിൻബലത്തോടെ ആയിരുന്നു ആ ഏറ്റുമുട്ടൽ? നിമിഷത്തിലുള്ള ആർജവമൊന്നുമല്ല. ഐ എം ബൗണ്ട് ടു സേ ദാറ്റ്. ഞാൻ മാധ്യമവിഭാഗം ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ അതിനെ തിരിച്ചു മറുപടി പറയേണ്ടത് പാർട്ടിയുടെ ആവശ്യമായിരുന്നു. പാർട്ടിയുടെ ആവശ്യമായതുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. അതല്ലാതെ ഒറ്റയ്ക്ക് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമൊന്നും പറഞ്ഞൊന്നുമല്ല. അത് നികേഷ് എനിക്കും വ്യക്തിപരമായി അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ മറ്റ് യാതൊരു പ്രയാസങ്ങളുമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ടാണ്. അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് CPM-ൻ്റെ മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്യുകയാണ്. സോഷ്യൽ മീഡിയ രംഗം കൈകാര്യം ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അദ്ദേഹത്തിൻ്റെ ജോലിക്ക് അനുസൃതമായിട്ട് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിന് മറുപടി പറയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നി. കാരണം രേവന്ത് റെഡ്ഡി ഒരു സിനിമ ഡയലോഗ് മാത്രമാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഒരു സിനിമ ഡയലോഗിനെ അതിൻ്റെ സഹിഷ്ണുതയോടെ കാണാനുള്ള ഒരു പക്വത മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ കാണിക്കാമായിരുന്നു. അതുപോലെ സർക്കാസമുള്ള ഒരു മറുപടി വേണമെങ്കിൽ പറയാമായിരുന്നു. അതിനു പകരം അതിനേക്കാൾ അത് വളരെ ഒരു മോശം ഡയലോഗ്, ഒരു വൃത്തികെട്ട ഡയലോഗ്, എന്തും മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഡയലോഗാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയെ ഡാ മോനെ എന്ന് വിളിക്കലല്ല ശരിക്കും പറഞ്ഞാൽ രേവന്ത് റെഡ്ഡി ഉദ്ദേശിച്ചത്. അദ്ദേഹം ആ സിനിമ ഡയലോഗ് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അതേപോലെ സർക്കാസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ മറുപടി പറയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ രീതി ഇപ്പോൾ ഈ പറയുന്നത് പോലെ പ്രേമേന്ദ്രനെയൊക്കെ വിളിച്ചതുപോലെ ഉള്ള ആ ഒരു രീതി അദ്ദേഹം പണ്ടും ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ ഒരു പുതിയ കാര്യമൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ് എന്ന് വേണം കാണാൻ. പരനാറി എന്നൊരു MP-യെ വിളിക്കാൻ, മൈക്കിൽ കൂടെ വിളിക്കാൻ തയ്യാറായ ഒരാൾ ഇങ്ങനെ വിളിച്ചതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇത്തരം മോശം ഡയലോഗുകൾ പലപ്പോഴും നമ്മളിപ്പോൾ ഈ ഏകപക്ഷീയമായി കുറ്റപ്പെടുത്തുന്നതിന് പുറമെ അത് വിട്ട് ചിന്തിച്ചാൽ കോൺഗ്രസ് പാർട്ടി നേതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ UDF-ൻ്റെ നേതാക്കളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നില്ലേ? പ്രത്യേകിച്ചും ചിലപ്പോൾ വനിതകൾക്കെതിരെ പോലും. ഇപ്പോൾ പ്രതിഭയ്ക്ക് എതിരെ UDF നേതാവിൽ നിന്നും ഉണ്ടായ പരാമർശം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കണ്ടു. CS സുജാതയ്ക്കെതിരെ G സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പരാമർശം അതും കൂടി ഒഴിവാക്കപ്പെടേണ്ടതല്ലേ? അത്തരം പ്രസ്താവനകൾ ഒഴിവാക്കപ്പെടേണ്ടതല്ലേ ഒരു വനിത എന്ന നിലയിൽ? തീർച്ചയായിട്ടും അതിന് പാർട്ടി വ്യത്യാസമൊന്നുമില്ല. ആരും പറയാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പ്രതിഭയ്ക്കെതിരെ പറഞ്ഞതിലൊരു വ്യത്യാസമുള്ളത് ഈ CPM ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ MM മണി ഏറ്റവും അധികം മോശം ലാംഗ്വേജ് സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരാളാണ്. അതിനെ തിരുത്താൻ പോലും CPM തയ്യാറാകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രതിഭയ്ക്കെതിരെ പറഞ്ഞ ആളെ ആ നിമിഷം മുസ്ലിം ലീഗ് പുറത്താക്കി, സസ്പെൻഡ് ചെയ്തു, ചോദ്യമുണ്ടായി. അത് മാതൃകാപരമായി ലീഗ് ചെയ്ത ഒരു കാര്യമാണെന്ന് പറയേണ്ടതായിട്ട് വരും. അത് ചെയ്യാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണം. ഇതിപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ച ആളുകളെ അപ്രിഷ്യേറ്റ് ചെയ്ത് വീണ്ടും സ്തുതി പാടുന്ന ഒരു രീതി CPM ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട്. CPM അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് തിരുത്താൻ തയ്യാറാകാത്തത്? പക്ഷേ ഞാൻ പറയട്ടെ, കോൺഗ്രസിൻ്റെ ഏത് ആൾ അങ്ങനെ പറഞ്ഞാലും എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ അത് തിരുത്തണമെന്ന് പറയും. ആരും അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല, ആരും അതിനോടൊപ്പം നിൽക്കാറില്ല. അതാണ് വ്യത്യാസം. അവസാനമായി ഞാൻ ദീപ്തിയിലേക്ക് തന്നെ വരികയാണ്. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കൊച്ചിയുടെ മേയറാകും ദീപ്തി എന്ന് ഞാനടക്കമുള്ളവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അത് നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചില്ല.
ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ പോകുന്ന ദീപ്തി ആയിരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതും അപ്രകാരം സംഭവിച്ചില്ല. ഷിയാസ് ആ സ്ഥാനത്തേക്ക് വരുന്നു. ആ ഘട്ടങ്ങളിൽ ദീപ്തിക്ക് ഇതിനേക്കാൾ മികച്ച ഒരു ഓഫർ പാർട്ടിയിൽ നിന്ന് കിട്ടുമെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ഒരു വാഗ്ദാനം പാർട്ടിയിൽ നിന്നുണ്ടായിരുന്നോ? ഇനി പ്രകടമായി അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ തന്നെയും ചേർത്ത് പിടിക്കാൻ ഒരാൾ, ഒരു സീനിയർ നേതാവിൻ്റെ മാനസികമായിട്ടെങ്കിലും നമ്മൾ തളർന്നു പോകാതിരിക്കാൻ ഒരാൾ ഉണ്ടാകുമല്ലോ. ഇതിനേക്കാൾ മികച്ച ഒരു ഓഫർ അല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ച ഒരു പദവിയിലേക്ക് ദീപ്തി സമീപ ഭാവിയിൽ എത്തിച്ചേരും എന്ന് പറയാൻ ഒരാൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മുന്നോട്ട് വന്നിരുന്നു. ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷ വയ്ക്കുന്ന ഒരാളല്ല. ഇതൊക്കെ അങ്ങനെ അതിനെ ഒരു ഓഫർ എന്നൊന്നും നമുക്ക് കാണാനും പറ്റില്ല. പാർട്ടിയിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം തന്നാൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ വന്നാൽ ചെയ്യാം എന്നതിലപ്പുറം ഇതിനു പകരമായി മറ്റെന്തെങ്കിലും എന്നൊരു ബാർഗെയിനിങ് ഒന്നും ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ല. പക്ഷേ ചേർത്ത് പിടിക്കലിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിൽ എൻ്റെ പാർട്ടി എന്നോടൊപ്പം ഉണ്ടാകും. പാർട്ടി എന്ന് പറയുന്നത് ഗാലക്സി ഓഫ് ലീഡേഴ്സാണ്. അത് എന്നോടൊപ്പം ഉണ്ടാകും. പക്ഷേ ചേർത്ത് നിർത്തും എന്ന് അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു ഫോൺ കോൾ കൊണ്ടെങ്കിലും നമ്മളെ ചേർത്ത് നിർത്തും എന്ന് പ്രതീക്ഷിച്ച ഈ ജില്ലയിലുള്ള ഒരു നേതാവ്, അദ്ദേഹം ഈ 2 ഇൻസിഡൻറ്റ് വന്നപ്പോഴും ഒന്ന് വിളിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായൊരു വിഷമമാണ്. അത് പാർട്ടിയായിട്ട് കാണാൻ പറ്റില്ല. ഞാൻ അടിവരയിട്ട് പറയുക, അത് പാർട്ടിയല്ല, അതൊരു വ്യക്തിപരമായ കാര്യം ഞാൻ പറഞ്ഞതാണ്. ചേർത്ത് നിർത്തുമെന്ന് മാധ്യമങ്ങളിലൂടെ പറയുമ്പോഴും സ്വന്തം ജില്ലയിലുള്ള അല്ലെങ്കിൽ കോണ്ടംപററീസായിട്ട് പോലും പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം കേരള KSU ഉള്ള എന്നേക്കാൾ പ്രായം ചിലപ്പോൾ ഒരു 10 വർഷം സീനിയർ ആയിരിക്കാം. പക്ഷേ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ കാലത്ത് പ്രവർത്തിക്കുമ്പോഴൊക്കെ ഞാനും ജില്ലാ ഭാരവാഹിയാണ്. ഞാനും അതേ സമയത്തൊക്കെ തന്നെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരു നല്ല ഒരു എത്രയോ കാലങ്ങളായിട്ട് ഒരുമിച്ച് അങ്ങനെ ഉപയോഗിച്ച് അദ്ദേഹം വളരെ വലിയൊരു പോസ്റ്റിലെത്തി. അതിലും സന്തോഷമുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു വാക്കുപോലും എന്നോട് പറയാൻ തയ്യാറായില്ല എന്നുള്ളത്, അതും എനിക്ക് വ്യക്തിപരമായി തോന്നിയ ഒരു വിഷമമാണ്. ദീപ്തിയെ ബോധപൂർവം തഴയാനുള്ള നീക്കങ്ങൾക്ക് പിന്നിലും ഈ പറഞ്ഞ നേതാവിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ബോധപൂർവമായി തഴഞ്ഞു എന്നൊന്നും ഞാൻ കാണുന്നില്ല. അദ്ദേഹത്തിന് എന്നേക്കാൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം അത് സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. അതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിനിപ്പോൾ എന്നോട് കൂടുതൽ താല്പര്യം ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കണമെന്നോ തോന്നണമെന്ന് എനിക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. അത് ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്. ഞാൻ ഒരർത്ഥത്തിലും ഞാൻ അദ്ദേഹത്തെ എന്നെ തെറ്റു പറയുന്നില്ല. പക്ഷേ അതൊക്കെ സംഭവിക്കുമ്പോഴും ഒരു വാക്ക്, ഒരു കോൾ ഞാൻ പ്രതീക്ഷിച്ചു, അതുണ്ടായില്ല. ഷിയാസുമായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എന്നാ ഷിയാസൊക്കെ മഹാരാഷ്ട്രയിൽ എനിക്ക് ശേഷം KSUവിൽ വന്ന ആളുകളാണ്. എന്നോട് എല്ലാ കാര്യത്തിനും എന്നെ വിളിക്കുകയും പറയുകയും സംസാരിക്കുകയൊക്കെ അക്കാലം മുതൽ ചെയ്യുന്നതാണ്. ഷിയാസിനെ ഞാൻ എൻ്റെ ഒരു അനിയനായിട്ടാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹം നമ്മൾ KSUവിലേക്ക് വരുന്ന പുതിയ കുട്ടികളെയെല്ലാം നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. യൂത്ത് കോൺഗ്രസ്സിൽ വരുന്ന പുതിയ കുട്ടികളെയെല്ലാം കാണുന്നത് അങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് അവരൊക്കെ ഞാൻ വന്ന വഴിയിലൂടെ വരുന്ന ആളുകൾ എന്നുള്ള ഒരു കെയറിങ് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്കെപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഞാൻ വ്യക്തിപരമായിട്ട് ഉപദേശിക്കുകയാണെങ്കിൽ ഈ ചേച്ചി, അനിയൻ, ചേട്ടൻ, അനിയത്തി ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല ദീപ്തി. അവസരം വിദഗ്ധമായി ഉപയോഗിക്കുക എന്നുള്ള കലയാണ് രാഷ്ട്രീയത്തിലെയും കല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അത് ഉപയോഗിക്കണം. അതിനകത്തൊന്നും എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ എന്നോട് ചോദിച്ച ചോദ്യം വ്യക്തിപരമായുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്കിപ്പോൾ ഒരാൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയാമോ, ഒരാൾക്കൊരു അവസരം കിട്ടുന്നു. ഇപ്പോൾ കൊച്ചി മേയറാണെങ്കിൽ പോലും ഇപ്പോൾ ഇരിക്കുന്ന വ്യക്തിക്ക് അവർക്കത് അവസരം കിട്ടിയതിന് ഞാൻ അവരോട് വ്യക്തിപരമായിട്ട് വിരോധം വിചാരിക്കേണ്ട കാര്യമില്ല. ആ സാഹചര്യം ഉണ്ടാക്കിയ ആളുകളുണ്ട്, അതിലേക്ക് കൊണ്ടുവന്ന ആളുകളുണ്ട്, എന്നെ മാറ്റി നിർത്താൻ ഒരു പക്ഷേ തീരുമാനിച്ച ആളുകളുണ്ടാവാം. അതിന് ഞാൻ ആ വ്യക്തിയോട് എന്തിനാണ് പരിഭവപ്പെടുന്നത്? ഞാനിപ്പോൾ മേയറായിരിക്കുന്ന ആളിനോട് ഞാൻ പരിഭവപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളിത് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു കാരണവശാലും കൊടുക്കാതിരിക്കില്ല. എനിക്കൊരു പരിഭവവുമില്ല. എനിക്ക് അവരോട് ഒരു തരത്തിലുള്ള ഒരു മത്സരബുദ്ധിയുമില്ല. അവർക്കൊരു അവസരം കിട്ടി അവരിയ്ക്കുന്നു. അതിനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ഞാൻ ചർച്ച ചെയ്യും. ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമുകളിലോ എനിക്ക് സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിലോ ഒക്കെ ഞാൻ ചർച്ച ചെയ്യും. അതെൻ്റെ പൊളിറ്റിക്സാണ്. മേയറോ MLAയോ മാത്രം ആകാനുള്ള
യോഗ്യതയല്ല ദീപ്തിക്കുള്ളത് എന്ന് ഒരുപക്ഷെ ദീപ്തിയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് ഞാൻ പറയുമായിരിക്കാം. ഒരുപക്ഷെ മന്ത്രി പദവിയിലേക്ക് വരെ എത്താനുള്ള യോഗ്യത ദീപ്തിക്കുണ്ട്. പക്ഷേ അവിടെയും ഈ പ്രശ്നം ഇങ്ങനെ ഒതുങ്ങിക്കൂടലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഇനി എനിക്ക് ഇതൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകയായി തുടർന്നോളാം എന്നുള്ള ഒരു വിനീത ഭാവം, അത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഭൂഷണമാണോ ദീപ്തി? ഈ നമുക്ക് ഇതൊന്നും വെട്ടിപ്പിടിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടിച്ചു കയറാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. ഞാൻ നല്ലൊരു ഫൈറ്ററാണ്, ഞാൻ നല്ലൊരു വാരിയറാണ്. അതുകൊണ്ടാണ് എനിക്ക് അത് ചാനൽ ചർച്ചകളിൽ എനിക്കടക്കം ആ ശരങ്ങൾ ഞാൻ കൊണ്ടിട്ടുള്ള ആളാണ്. അതൊക്കെ നമുക്കറിയാം. വാക്കുകൾ കൊണ്ട് പറയുന്ന ഒരു അറ്റാക്കിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റും, നിന്നെ ശരിപ്പെടുത്തി കളയാം, ശരിയാക്കി കളയാം, ഇതൊക്കെ എല്ലാവർക്കും പരിപ്പെടുക്കുമെന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ് യഥാർത്ഥ ധീരതയെന്നും യഥാർത്ഥ വാരിയർ എന്നുമാണ് ഞാൻ കരുതുന്നത്. ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക, ഞാനെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ സ്റ്റിൽ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ കോൺഗ്രസ് പാർട്ടി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ സ്പേസ് മറ്റൊരാൾക്കും കിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ട്. അതെന്നോട് സുബീഷ് അങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ സ്പേസ് എനിക്ക് മാത്രമുള്ളതാണ്, ആ സ്പേസ് വേറെ ഒരാൾക്കും കിട്ടില്ല. മറ്റൊരാളുടെ സ്പേസിലേക്ക് അനാവശ്യമായി കയറി ചെല്ലാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. യെസ്, അത് തീർച്ചയായും ഒരു ഫൈറ്ററുടെ വാക്കുകൾ തന്നെയാണ് ദീപ്തി. ഇനി ഞാൻ കാണുമ്പോഴും രാഷ്ട്രീയ വിവേകവും പക്വതയും ഒക്കെയുള്ള ദീപ്തിയായി തന്നെ തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പദവികൾ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ പദവികൾ ദീപ്തിയെ തേടിയെത്തട്ടെ. താങ്ക് യു.